Unit 1 First Lesson English in India Past, Present and Future. ഓയിലും മൈക്രോചിപ്സും പോലെ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അനുദിനം വളരുന്ന ആധുനിക കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ മറ്റൊരു കാരണവും കൂടാതെ ഇംഗ്ലീഷിനെ നമ്മൾ വിളിക്കുന്നു ഗ്ലോബൽ ലാംഗ്വേജ്. 8 ഡിഫറെൻറ്റ് സ്പോക്കൺ ഫോംസും 1.1 ബില്യൺ ജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ചൈനീസ് ഭാഷയേക്കാൾ ലോകത്ത് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ധാരാളം ജനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റ് ചില കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരാൻ. റീസൺ നമ്പർ 1, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവേഴ്സ് ഉപയോഗിച്ചിരുന്നത് ഇംഗ്ലീഷ് ഭാഷയായിരുന്നു. റീസൺ നമ്പർ 2, രാജ്യത്തെ മിലിറ്ററി പവേഴ്സും ഉപയോഗിച്ചത് ഇംഗ്ലീഷ് ആയിരുന്നു. റീസൺ നമ്പർ 3, ലോകത്താകമാനമുള്ള സോഷ്യൽ കണക്ഷൻസും ഉപയോഗിച്ചത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇൻ്റർനെറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ എല്ലാം ഭാഷ ഇംഗ്ലീഷാണ്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഇന്തോ യൂറോപ്യൻ, ഇന്തോ ആര്യൻ ഓർ ഇന്തോ ജർമ്മനിക് ഭാഷാ കുടുംബത്തിലെ ഒരു അംഗമാണ്. അഡ്മിനിസ്ട്രേഷൻ ഈസി ആവാൻ വേണ്ടി ബ്രിട്ടീഷ് കൊളോണിയൽ എംപയേഴ്സ് ഇംഗ്ലീഷ് ഭാഷ അവിടുത്തെ സിറ്റിസൺസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്രിട്ടനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവർ ഇംഗ്ലീഷ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിച്ചവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ പേർ ഇംഗ്ലീഷ് പഠിക്കാൻ മുന്നോട്ട് വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ബ്രിട്ടീഷുകാരെ പോലെയായിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത്. പതിയെ പതിയെ ഓരോ റീജിയണൽസും തങ്ങളുടെ മാതൃഭാഷയ്ക്ക് സ്യൂട്ടബിളായ പുതിയ പുതിയ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, വിദേശത്തൊക്കെ പോയി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, ആർ യു ഫ്രം ഇന്ത്യ? നമ്മുടെ സംസാരം കേട്ടിട്ട് രാജ്യം മാത്രമല്ല ജില്ല വരെ കണ്ടുപിടിച്ച് കളയും. ഇംഗ്ലീഷ് വൈഡ് സ്പ്രെഡ് ആവാൻ മറ്റൊരു കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് മറ്റ് കൾച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യാനും അതിനെ കൂടി ബ്ലെൻഡ് ആവാനും സാധിക്കുന്നത് കൂടെയാണ്. ഇംഗ്ലീഷ് ഇന്ത്യയിലെത്തിയത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. അറിവിൻ്റെ ഒരു വലിയ വഴി തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കാണിച്ചു തരുന്നത്. നെറ്റിലെ 80% പ്രിൻറ്റഡ് മെറ്റീരിയൽസും ഇംഗ്ലീഷിലാണ്. മാത്രമല്ല ടെക്നോളജിക്കൽ, മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്, റിപ്പോർട്ട്സ് എന്നിവയെല്ലാം ഇംഗ്ലീഷിലാണ്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഭാഷ ഇംഗ്ലീഷാണ്. ഗ്ലോബൽ ജോബ് മാർക്കറ്റിലേക്കുള്ള വഴി തന്നെ തുറക്കുന്നത് ഇംഗ്ലീഷാണ്. അസമീസും പഞ്ചാബിയും സംസാരിക്കുന്നതിലധികം ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് നമ്മുടെ സംസ്കാരമല്ല, ഭാഷയല്ല എന്നൊക്കെ ധാരാളം ഒപ്പോസിഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മുതൽ എഞ്ചിനീയറിംഗ് കോഴ്സസ്, മെഡിക്കൽ കോഴ്സസ് തുടങ്ങി യൂണിവേഴ്സിറ്റികൾ വരെ ഉപയോഗിക്കുന്ന മീഡിയം ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലോകത്തേക്കുള്ള ഒരു ജാലകമാണ്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കാരണം ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന ക്ലർക്കുകളെയും ജോലിക്കാരെയും അവർക്ക് ആവശ്യമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ എഡ്യൂക്കേഷന് പ്രത്യേക പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് നാം കാണുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇന്ത്യ എത്തിയത് ധാരാളം ചോദ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ നേരിട്ട എഡ്യൂക്കേഷണൽ സെക്ടറിലെ ചില പ്രശ്നങ്ങൾ താഴെ പറയാം. നമ്പർ 1, പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി, ഹയർ ലെവൽ എഡ്യൂക്കേഷൻസിൽ ഏത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കും? 2, ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പഠിക്കേണ്ടത് കമ്പൽസറി ആണോ ഓപ്ഷണലാണോ? നമ്പർ 3, മറ്റേതെല്ലാം ഭാഷകൾ പഠിക്കണം? ഏത് ലെവലിന് ഉള്ളിൽ ഭാഷാ പഠനം പൂർത്തീകരിച്ചിരിക്കണം? നമ്പർ 4, പഠിപ്പിക്കാൻ ഏതെല്ലാം ടീച്ചിങ്, ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കും? നമ്പർ 5, ലാംഗ്വേജ് എഡ്യൂക്കേഷന് വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കും? എഡ്യൂക്കേഷന് സ്ട്രക്ചർ നൽകാൻ, കറക്റ്റ് പ്ലാനിംഗ് തയ്യാറാക്കാൻ ധാരാളം കമ്മിറ്റീസും കമ്മീഷൻസും അപ്പോയിൻറ്റ് ചെയ്തു. അവയിൽ ചില പ്രധാന കമ്മീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന് വേണ്ടിയോ കമാൻഡിന് വേണ്ടിയോ നിയമിക്കുന്നതിനെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. First one, recommendation of the Radhakrishna Commission on the teaching of English in India. 1950 ഡോക്ടർ രാധാകൃഷ്ണൻ ചുമതല വഹിച്ച യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് രാധാകൃഷ്ണ കമ്മീഷൻ. ലൈഫിൽ എബിലിറ്റി നേടിയെടുക്കാൻ, ഗോൾസ് അച്ചീവ് ചെയ്യാൻ, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എഡ്യൂക്കേഷൻ ആവിഷ്കരിച്ച കമ്മീഷനാണിത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗോൾസ് ആയിരുന്നു കമ്മീഷൻ്റെ ലക്ഷ്യം. സിംപ്ലി എന്തിനു വേണ്ടിയെല്ലാമാണ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നായിരുന്നു രാധാകൃഷ്ണ കമ്മീഷൻ്റെ പഠനം. രണ്ടാമത്തേത്, റെക്കമെൻഡേഷൻസ് ഓഫ് ദ മുതലിയാർ കമ്മീഷൻ ഓൺ ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ.
മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ, എക്സാമിനേഷൻ എന്നിവയെ കൈകാര്യം ചെയ്ത സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ. അധ്യാപകരും വിദ്യാർത്ഥികളും എങ്ങനെ ഇടപഴകണം എന്നതിനെയെല്ലാം ബേസ് ചെയ്ത കമ്മീഷൻ ആണ് മുതലിയാർ കമ്മീഷൻ. ബെസ്റ്റ് കരിക്കുലം, പെർഫെക്റ്റ് സിലബസ്, നമ്പർ ഓഫ് എക്സാമിനേഷൻസ്, നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ക്ലാസ്സസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾസ് എല്ലാം ഈ കമ്മീഷൻ സജസ്റ്റ് ചെയ്തതാണ്. മൂന്നാമത്തേത് 3 ലാംഗ്വേജ് ഫോർമുല ആൻഡ് ദി കോത്താരി കമ്മീഷൻ. 1961 സംഘടിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ആണ് 3 ലാംഗ്വേജ് ഫോർമുല റെക്കമെൻഡ് ചെയ്തത്. മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ്, കൺട്രി ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളും പഠനത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ഇവരുടെ റെക്കമെൻഡേഷൻ. ഇവരുടെ മെയിൻ ഇൻറ്റൻഷൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും സെയിം ലെവലിൽ എഡ്യൂക്കേഷൻ നൽകണം എന്നതായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ 2 മേജർ പോയിന്റ്സ് ആണ് കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. നമ്പർ 1, എല്ലാ മേജർ യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കി മാറ്റാം. രണ്ടാമത്തേത്, ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് ലിറ്ററേച്ചറിന് പുറമെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി സെറ്റ് ചെയ്യാം. കോത്താരി കമ്മീഷന്റെ പ്ലാന്റെ അടിസ്ഥാനത്തിലാണ് 10th ശേഷം ഇംഗ്ലീഷ് ഉൾപ്പെടെ ഒരു ലാംഗ്വേജും പഠിക്കാൻ നിർബന്ധമില്ല, എന്നാൽ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും എന്ന് തീരുമാനിച്ചത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷനിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ 1968 രൂപീകരിച്ച നയമാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ (NPE). ഗ്രാമീണ നഗര കോളേജുകളിലേക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഈ നയം ഉൾക്കൊള്ളുന്നു. NPEയുടെ അണ്ടറിൽ രാജ്യത്തെ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പ്രോഗ്രാംസിൻ്റെ പ്രവേശനത്തിന് വേണ്ടി ആൾ ഇന്ത്യ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വിഭാവനം ചെയ്ത പോളിസിയാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ (POA). കഴിഞ്ഞ 3 കമ്മീഷൻസിലെയും പല മേജർ റെക്കമെൻഡേഷൻസും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇതിന് ചില റീസൺസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ്. രണ്ടാമത്തേത്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് പോളിസിയിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. മൂന്നാമത്തേത്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ലോ ആയിരുന്നു. നാലാമത്തേത്, മതിയത്തക്ക ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലായിരുന്നു. അഞ്ചാമത്തേത്, ഇംഗ്ലീഷ് ടീച്ചിങ്ങിൻ്റെ മേൽനോട്ടം ഏതെങ്കിലും സബ്ജക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ആറാമത്തേത്, ഭൂരിഭാഗം സ്കൂളുകളിലും നടപ്പാക്കേണ്ട പദ്ധതികളും ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നാലാമത്തെ കമ്മീഷനാണ് രാമമൂർത്തി കമ്മീഷൻ. NEPയും POAയും 1990 സമർപ്പിച്ച റിപ്പോർട്ട് അവലോകനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാണ് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ. 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻ്റ് ചെയ്തതിലെ പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ രാമമൂർത്തി കമ്മീഷൻ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്നിവയുടെ ഡെവലപ്മെൻറ്റിനായി കമ്മീഷൻ സജസ്റ്റ് ചെയ്ത 3 നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഹിന്ദി സംസ്ഥാൻ, ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ഇൻ മൈസൂർ. ജനാധിപത്യ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ടീച്ചിങ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പോപ്പുലേഷൻ, പ്ലൂറലിസം, കൊളോണിയൽ മൈൻഡ് സെറ്റ്, പവർ പൊളിറ്റിക്സ്, inefficient teachers, imported methods, ineffective textbooks, examination-centered education, large classes and lack of facilities, and money power. ഇന്ത്യ ഹൈലി പ്ലൂറലിസ്റ്റിക് ആവാൻ കാരണം മൾട്ടിലിംഗ്വൽ, മൾട്ടികൾച്ചറൽ, മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ധാരാളം റൂറൽ ഏരിയാസ് ഉള്ളതുകൊണ്ടാണ്. By concluding this chapter, there are 3 important reasons for learning English. First one, English is a window on the world. Second reason, we need English for social transformation and modernization. Third reason, we need English to serve as a window on India. Thank you.